ഇന്ത്യയുടെ ഭാഗത്തുനിന്നുള്ളൊരു വിവരം പുറത്തു വരുന്നത് ഏത് തരത്തിലുള്ള ഭീകരാക്രമണവും ഭീകരപ്രവർത്തനവും ഇന്ത്യക്കെതിരെയുള്ള ഭീകരാക്രമണം അതിനെ യുദ്ധമായി കണക്കാക്കുമെന്നും അത് വെച്ചു പൊറുപ്പിക്കില്ല എന്നുമുള്ള തീരുമാനത്തിലേക്ക് ഇന്ത്യ എത്തിയിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടിയുണ്ട്. Saita, India has decided that any future act of terror will be considered an act of war against India and will be responded accordingly. ഒരുപക്ഷേ ഈ തീരുമാനം ഇന്ത്യയുടെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുകയാണ് എന്നുള്ളതല്ലേ? ഇനിയും പഹൽഗാം പോലെയുള്ള കാര്യങ്ങൾ ആവർത്തിച്ചാൽ ആ നിമിഷം കയറി അടിക്കും. പാകിസ്ഥാന് വളരെ കൃത്യമായ മുന്നറിയിപ്പ് നൽകുകയാണ്. തീർച്ചയായും. ഒപ്പം ഈ ദൃശ്യത്തിലേക്ക് തന്നെ വരുമ്പോൾ രഞ്ജിത്ത്, ഇത് ഈ സാറ്റലൈറ്റ് ഇമേജറിയാണ്, സാറ്റലൈറ്റ് ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് ഈ സർഗോദ എയർബേസ് പാകിസ്ഥാനിലെ തന്ത്രപ്രധാനമായ ഒരു എയർബേസ് ആണ്. അതിർത്തിയിൽ പാക് പഞ്ചാബിലാണ് ഈ സർഗോദ എയർബേസ് സ്ഥിതി ചെയ്യുന്നത്. പാകിസ്ഥാന്റെ കൈവശം അമേരിക്ക നൽകിയിരിക്കുന്ന F-16 ജെറ്റുകളടക്കം അവിടെ സൂക്ഷിച്ചിരിക്കുന്ന എയർബേസ് ആണ് ഈ സർഗോദ എയർ സ്പേസ്. അവിടെയാണ് വ്യാപക നാശനഷ്ടം ഉണ്ടായത്. നമ്മൾ ഇന്ന് നേരത്തെ കണ്ട ദൃശ്യങ്ങൾ, അവിടെ ഇന്ത്യയുടെ മിസൈൽ ആക്രമണം അവിടെ ഉണ്ടായപ്പോൾ പ്രദേശവാസികൾ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് നമ്മൾ നേരത്തെ കണ്ടത്. പ്രദേശവാസികൾ അവിടെ മിസൈൽ ആക്രമണം ഉണ്ടാകുന്നതിനെയും അവിടെ പുകപടലങ്ങൾ ഉയരുന്നതിൻ്റെ ദൃശ്യങ്ങൾ, അവിടുത്തെ ജനങ്ങൾ പടർത്തിയ ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നു. ആ ദൃശ്യങ്ങൾ ഇതാണ്. എന്നാൽ പിന്നീട് സംഭവിക്കുന്നത് ആ ഇമേജിൽ വളരെ വ്യക്തമായി തന്നെ അവിടെ ഉണ്ടായ നാശനഷ്ടം എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതിലിങ്ങനെയാണ്. ഏപ്രിൽ 25-നാണ് 2025 ഏപ്രിൽ കഴിഞ്ഞ മാസം പകർത്തിയ ഒരു ചിത്രമാണ് ഇടതുവശത്ത്. അതേസമയം മറുവശത്ത് കാണുന്നത് ഈ അപകടത്തിന് തൊട്ട് പിന്നാലെ ഇന്ന് പകർത്തിയ സാറ്റലൈറ്റ് ദൃശ്യങ്ങളാണ്. ഇതിൽ വ്യക്തമാവുന്ന ഒരു കാര്യം, റൺവേക്ക് തകരാർ പറ്റി എന്നതാണ്. അതായത് റൺവേയിൽ നമുക്ക് ആ നടുഭാഗത്തായി മാർക്ക് ചെയ്തേക്കുന്ന ഭാഗമാണ് റൺവേ. ആ റൺവേക്ക് കാര്യമായ തകരാർ പറ്റിയിട്ടുണ്ട് എന്ന് ആ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാവുന്നുണ്ട്. ഇതിന് പുറമെ മറ്റിടങ്ങളിലും ഒരുപക്ഷെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടാവാം. എന്തായാലും ഈ എയർബേസിൻ്റെ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ വലിയ നാശനഷ്ടം ഉണ്ടായി എന്ന കാര്യം ഇന്ത്യയും സ്ഥിരീകരിക്കുന്നുണ്ട്. സർഗോദ എയർബേസ് പാകിസ്ഥാനെ സംബന്ധിച്ച് തന്ത്രപ്രധാനമാണ്. അതിർത്തിയിൽ ഇന്ത്യയുമായി സംഘർഷ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ പാകിസ്ഥാന് പ്രയോഗിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഇടങ്ങളാണ്. ഫൈറ്റർ ജെറ്റുകൾ പറന്നുയരേണ്ട ഇടമായി, മിസൈൽ നീക്കങ്ങളൊക്കെ നടക്കേണ്ട പ്രധാനപ്പെട്ട ഇടമായി പാകിസ്ഥാൻ കരുതിയിരുന്ന ഇടമാണ് സർഗോദ എയർബേസ്. ആ എയർബേസിലാണ് ഇന്ന് ഇന്ത്യയുടെ മിസൈൽ നീക്കമുണ്ടായത്. ആ മിസൈൽ നീക്കത്തിൽ വലിയ നാശനഷ്ടം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ തന്നെ അവിടെ റൺവേയിലുണ്ടായ നാശനഷ്ടങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പാകിസ്ഥാന്റെ എയർബേസ് അടക്കമുള്ള തന്ത്രപ്രധാന ഇടങ്ങൾ കേന്ദ്രീകരിച്ച് ഇന്ത്യ മിസൈൽ നീക്കം നടത്തിയിട്ടുണ്ട്. വലിയ നാശനഷ്ടങ്ങൾ പലയിടങ്ങളിലായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇന്ത്യ അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. രഞ്ജിത്ത്, ശരി. ടി സൈത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്.